ഹലോ മീൻസ് അങ്ങനെ നമ്മുടെ വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ഇന്നിങ്സിന്റെ കാര്യത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ സീസണിലെ 8ാം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ ഗുജറാത്തിനെ മറികടന്ന് പോയിന്റ് ടേബിളിൽ 16 പോയിന്റുമായി 1ാം സ്ഥാനത്തെത്തിയിരിക്കും. അതുപോലെ തന്നെ പ്ലേ ഓഫ് ഓൾമോസ്റ്റ് ഉറപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബാക്ക് ടു ബാക്ക് ഡക്കിന് ശേഷമാണ് വിരാട് കോഹ്ലിയുടെ ഈ ഒരു കംബാക്ക് ഇന്നിങ്സ് വരുന്നത്. വിരാട് കോഹ്ലിയെ കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഹ്ലിയുടെ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ കൂടുതൽ ആവേശത്തിലാവുകയാണ്, കാരണം അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കംബാക്ക് കാണാൻ. അങ്ങനെ ഈ റീസെൻ്റ്ലി ആരോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കുമാൽ പാണ്ഡ്യയാണോ അതെ ജിതേഷ് ശർമ്മയാണോ ആരോ ഒരാൾ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളോട് സമാനമായിരുന്നു ഇന്നലത്തെ വിരാട് കോഹ്ലിയുടെ ആ ഒരു ഇന്നിങ്സ്. IPL തൻ്റെ 9ാം സെഞ്ചുറി, അതുപോലെ തന്നെ ഈ സീസണിലെ ആദ്യ സെഞ്ചുറിയാണ് ഇന്നലെ വിരാട് കോഹ്ലി ബാംഗ്ലൂരിന് വേണ്ടി നേടിയത്. 60 പന്തിൽ 11 ഫോറും 3 തകർപ്പൻ സിക്സറും ഉൾപ്പെടെ 105 റൺസാണ് ഇന്നലെ വിരാട് കോഹ്ലി ബാംഗ്ലൂരിന് വേണ്ടി നേടിയത്. KKRനെതിരെ വിരാട് കോഹ്ലിയുടെ 2ാമത്തെ സെഞ്ചുറിയാണ്. മഴ മൂലം ഇന്നലെ മത്സരം വൈകിയാണ് തുടങ്ങിയെങ്കിലും ഇരു ടീമുകൾക്കും ഫുൾ ഓവർ മാച്ച് തന്നെയാണ് അനുവദിച്ചത്. ഏകദേശം 8:30 മത്സരം തുടങ്ങിയപ്പോൾ ഇരു ടീമുകളും കുറച്ച് മാറ്റങ്ങളോടെയാണ് ഇന്നലെ കളിക്കാൻ ഇറങ്ങിയത്. KKR ടീമിൽ വരുൺ ചക്രവർത്തിക്ക് പകരം സൗരവ് ദൂബിയും, അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് റൊമാരിയോ ഷെപ്പറിനോ സുയേഷ് ശർമ്മയ്ക്ക് പകരം ജേക്കബ് ഡഫിയും, അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യരും ഇന്നലെ കളിക്കുന്നത്. വെങ്കടേഷ് അയ്യറിന് ഒരു പക്ഷേ KKRനെതിരായ മത്സരം കൊണ്ടാകും ചിലപ്പോൾ പ്ലെയിനിൽ കളിക്കുമെങ്കിലും, പക്ഷേ വെങ്കടേഷ് അയ്യറിന് ബാറ്റിങ്ങിന് അവസരം ഇന്നലെ ഉണ്ടായില്ല. അപ്പോഴേക്കും മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ റൊമാരിയോ ഷെപ്പറിന് പകരം ടീമിലേക്ക് വന്ന ജേക്കബ് ഡഫി ഇന്നലെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. RCB ബോളർമാരിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയത് ഇന്നലെ ജേക്കബ് ഡഫിയാണ്. 4 ഓവറിൽ 48 റൺസാണ് ഇന്നലെ ജേക്കബ് ഡഫി വിട്ടുകൊടുത്തത്. അതുപോലെ ഒരു വിക്കറ്റ് പോലും ജേക്കബ് ഡഫിക്ക് ഇന്നലെ നേടാനായില്ലേ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ആംഗ്രിഷ് രഘുവംശിയും, അതുപോലെ തന്നെ ക്യാമറോൺ ഗ്രീൻ, റിങ്കു സിംഗ് എന്നിവരുടെ ഇന്നിങ്സിന്റെ കാര്യത്തിലാണ് അവർ 192-4 എന്നൊരു സ്കോറിലെത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ മുംബൈ വേഴ്സസ് RCB മത്സരത്തിൽ കണ്ടാണ് ഒരു ലോ സ്കോറിംഗ് മാച്ച് തന്നെയായിരുന്നു. ഇരു ടീമുകളും നല്ല കഷ്ടപ്പെട്ട് ആ ഒരു സ്കോറിലെത്താൻ, അതായത് 168 എന്നൊരു ആവറേജ് സ്കോറാണ് അവിടുത്തെ കഴിഞ്ഞ മത്സരം. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ ആ ഒരു 192 എന്ന സ്കോർ അത്യാവശ്യം ബെറ്ററായി തോന്നി. അപ്പോൾ ആംഗ്രിഷ് രഘുവംശി ഇന്നലെ 46 പന്തിൽ 7 ഫോർ 3 സിക്സ് ഉൾപ്പെടെ 71 റൺസും, ക്യാമറോൺ ഗ്രീൻ ഇന്നലെ 24 പന്തിൽ 3 ഫോർ 1 സിക്സും ഉൾപ്പെടെ 32 റൺസും, റിങ്കു സിംഗ് 3 ഫോറും 2 സിക്സും ഉൾപ്പെടെ 29 പന്തിൽ 49 റൺസാണ് ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി നേടിയത്. 4 ഓവറിൽ 34 റൺസ് മാത്രം ഇട്ട് കഴിഞ്ഞ് ഒരു വിക്കറ്റ് നേടിയ നമ്മുടെ ഭുവനേശ്വർ കുമാർ തന്നെയാണ് ഇന്നലെ RCB ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 14 ഓവറിൽ കാർത്തിക് ത്യാഗി ദേവദത്ത് പടിക്കലിനെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനയുടെ കൈകളിൽ എത്തിച്ച് പുറത്താക്കിയെങ്കിലും അപ്പോഴേക്കും മത്സരം ഏകദേശം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കൈകളിലായിരുന്നു. മറുവശത്ത് നമ്മുടെ ചേസ് മാസ്റ്റർ ഓൺ ഡ്യൂട്ടി ചാർജ് എടുത്തിരുന്നു. പുള്ളിയോടെ ഒരൊറ്റത്ത് ഉറച്ചു നിന്നത് തന്നെയാണ് ഇന്നലെ ബാംഗ്ലൂരിന്റെ വിജയത്തിൽ നിർണായകമായത്. കാരണം ഒരു പക്ഷേ വിരാട് കോഹ്ലി നേരത്തെ ഔട്ടായി പോകുന്നെങ്കിൽ ബാംഗ്ലൂർ ഒന്ന് പതറിയാണ്. കാരണം വിരാട് കോഹ്ലി ഒരൊറ്റത്ത് ഉറച്ചു നിന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ജയിച്ചു എന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും. പിന്നീട് വന്ന ക്യാപ്റ്റൻ രജത് പട്ടിദാറും ടിം ഡേവിഡും പെട്ടെന്ന് തന്നെ മടങ്ങിയെങ്കിലും ജിതേഷ് ശർമ്മയും വിരാട് കോഹ്ലിയും കൂടി ചേർന്ന് RCB വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടെ വിരാട് കോഹ്ലി തൻ്റെ IPL 9ാം സെഞ്ചുറി പൂർത്തിയാക്കിയും പിന്നെ മറ്റൊരു റെക്കോർഡ് കൂടി വിരാട് കോഹ്ലി ഇന്നലെ പൂർത്തിയാക്കി. T20 റൺസിൽ 14,000 റൺസ് കംപ്ലീറ്റ് ചെയ്യാൻ ഇന്നലെ വിരാട് കോഹ്ലിക്ക് സാധിച്ചു. അതുപോലെ IPL 9ാം സെഞ്ചുറി, സീസണിലെ ആദ്യ സെഞ്ചുറി, പിന്നെ ഓറഞ്ച് ക്യാപ്പ് റേസിൽ 5ാം സ്ഥാനം, അതായത് ടോപ്പ് 5 എത്താൻ സാധിച്ചു. 5ാം സ്ഥാനത്താണോ 4ാം സ്ഥാനത്താണോ അറിയില്ല, ടോപ്പ് 5 പുള്ളി എത്തിയിട്ടുണ്ട്. അങ്ങനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച് RCB അവരുടെ 8ാം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. KKRന് ഇനി 3 മത്സരങ്ങളാണുള്ളത്. അവർക്ക് ഈ 3 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ബാംഗ്ലൂരിന് ഇനി 2 മത്സരങ്ങളാണുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ജയിച്ചാൽ അവർക്ക് സുഖമായിട്ട് ക്വാളിഫൈഡ് ഉറപ്പിക്കാം. 2 മത്സരങ്ങൾ തന്നെ നല്ല ടീമുകളായിട്ടാണ് പഞ്ചാബ് കിങ്സും അതുപോലെ തന്നെ സൺറൈസേഴ്സുമായിട്ടാണ് മത്സരങ്ങൾ വരുന്നത്. പഞ്ചാബ് കിങ്സായിട്ട് സീസണിൽ ആദ്യമായിട്ടാണ് ഇവരും ഏറ്റുമുട്ടുന്നത് മറ്റൊരു കാര്യം. അപ്പോൾ ഒരു പഞ്ചാബ് കിങ്സ് ആയിട്ടുള്ള മത്സരം നല്ലൊരു കിടിലൻ മത്സരമാണെന്ന് വിചാരിക്കും. പഞ്ചാബ് കിങ്സ് റീസെൻ്റ്ലി ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ തോറ്റുകൊണ്ട് വന്നിരുന്ന ടീമാണ്. അവരെന്തായാലും ഒരു തിരിച്ചു വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. KKRന് ഇനി 3 മത്സരങ്ങളുള്ളത്. ഗുജറാത്ത് ടൈറ്റൻസ്, മുംബൈ ഇന്ത്യൻസ്, ഡൽഹി ക്യാപിറ്റൽസ്. അപ്പോൾ ഈ 3 ടീമുകളെ തോൽപ്പിച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസ് ആയ മത്സരം എന്തായാലും വളരെ നിർണായകമല്ല, വളരെ ടഫായിരിക്കും. കാരണം പോയിന്റ് ടേബിൾ ഓൾറെഡി ടോപ്പ്
ഉള്ള ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. മുംബൈ ഇന്ത്യൻസ് ചിലപ്പോൾ ഒരു വർഷം ജയിച്ചിരുന്നു, പക്ഷേ ഡൽഹി ക്യാപിറ്റൽസും അവരും തിരിച്ചു വരാനുള്ള, അതായത് പ്ലേ ഓഫിൽ കിടക്കാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ ഈ 2 മാച്ചുകൾ എന്തായാലും ക്രൂഷ്യലായിരിക്കും. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും